എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർക്ക് ഈ ഒരു ജൂൺ 11 തീയതി മുതൽ ജൂൺ 13 തീയതി വരെ ജില്ലാ തലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടക്കുന്ന കൗൺസിലിങ്ങിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ 9, 10 തീയതികളായിട്ടാണ് ചെയ്യാൻ പറ്റുക. അതായത് ഇന്ന് രാത്രി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇടുക്കിയും വയനാടും കൂടാതെ 3 എക്സ്ട്രാ ആയിട്ട് മാത്രം കൊടുക്കാൻ സാധിക്കും. അതായത് 3 കോളേജുകളാണ് വിദ്യാർത്ഥികൾക്ക് മാക്സിമം കൊടുക്കാനായിട്ട് പറ്റുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇടുക്കിയും വയനാടും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇടുക്കിയും വയനാടും ഉൾപ്പെടെ ടോട്ടൽ 5 കോളേജുകൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് 5 ജില്ലകളിലേക്ക്, കോളേജല്ല 5 ജില്ലകളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത ശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിൽ, അതായത് ഏത് നോഡൽ പോളിടെക്നിക് കോളേജിലെ കൗൺസിലിങ്ങിലേക്കാണ് പങ്കെടുക്കുന്നത് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്തത് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കി ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ അടുത്ത നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വയനാടും അതുപോലെ തന്നെ ഇടുക്കിയും ഉൾപ്പെടെ ടോട്ടലായിട്ട് ഈ ഒരു വയനാടും ഇടുക്കിയും കൂട്ടാതെ നിങ്ങൾക്ക് 3 എക്സ്ട്രാ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോഡൽ പോളിടെക്നിക് കോളേജിൻ്റേത് അത് കൊടുത്ത ശേഷം, അത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ പ്രിൻറ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ, അതായത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജുകളിലേക്കാണ്, അതായത് ഈ ഒരു ഇടുക്കിയും വയനാടും കൂടാതെ 3 കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓരോ നോഡൽ പോളിടെക്നിക് കോളേജും സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഓക്കെയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അതായത് നോഡൽ പോളിടെക്നിക് കോളേജിലേക്കുള്ള ആ ഒരു രജിസ്ട്രേഷൻ, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് വായിച്ച് നോക്കുക. കാരണം അതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ലാറ്ററൽ എൻട്രി കൗൺസിലിംഗ് നിർദ്ദേശങ്ങൾ അത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതുമായ അപേക്ഷകർക്ക് ജില്ലാതല കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. കൗൺസിലിംഗിൽ ജില്ലാതലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്നതാണ്. കൗൺസിലിംഗിന് വേണ്ടി പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്യാത്തവരെ പങ്കെടുപ്പിക്കുന്നതല്ല. അപേക്ഷകർക്ക് 9/6/2025 മുതൽ 10/6/2025 വരെ അഡ്മിഷൻ പോർട്ടലിലെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി കൗൺസിലിംഗിന് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപേക്ഷന് പരമാവധി 3 ജില്ലകളിലേക്ക്, അതായത് ഇടുക്കി, വയനാട് എന്നീ ജില്ലകൾക്ക് പുറമെ മാത്രമേ ഒരേ സമയം കൗൺസിലിംഗിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ആയതിനാൽ അപേക്ഷന് സൗകര്യപ്രദമായ ജില്ലകൾ അഡ്മിഷൻ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കൗൺസിലിംഗ് ഷെഡ്യൂൾ നോക്കി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ജനനത്തീയതി നൽകി കൗൺസിലിംഗിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഓരോ ജില്ലയിലേക്കും പ്രത്യേകം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. കൗൺസിലിംഗ് സമയത്ത് അപേക്ഷന് അപ്പോൾ ലഭ്യമായ കോളേജും ബ്രാഞ്ചും സ്വീകാര്യമാണെങ്കിൽ മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷകരുടെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും തൊട്ടടുത്തുള്ള അപേക്ഷന് നൽകുന്നതുമായിരിക്കും. അപേക്ഷന് TC ഹാജരാക്കുവാൻ നിശ്ചിത സമയം അനുവദിക്കുന്നതാണ്. കൗൺസിലിംഗിന് ഹാജരാവേണ്ട സമയക്രമം അഡ്മിഷൻ പോർട്ടലിലെ 10/6/2025 3 PM ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സമയം അനുസരിച്ച് ബന്ധപ്പെട്ട നോഡൽ പോളിടെക്നിക് കോളേജിൽ ഹാജരാവേണ്ടതാണ്. സമയക്രമത്തിൽ ഒരു മാറ്റവും അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഒരേ സമയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത മാതൃകയിലുള്ള പ്രോക്സി ഫോം അപേക്ഷനും രക്ഷിതാവും ഒപ്പിട്ട് അത് ഹാജരാക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷ നിർദ്ദേശിക്കുന്ന പ്രോക്സി, അതായത് നിങ്ങൾക്ക് പകരമായിട്ട് പങ്കെടുക്കുന്നവരെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോക്സിയാണ് ഹാജരാകുന്നതെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ അപേക്ഷൻ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത് സഹിതം ഹാജരാക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷന് ഹാജരാകുന്ന ജില്ലയിലെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ടും, അപേക്ഷന് ഹാജരാകുന്ന ജില്ലയിലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷനാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ച റിസീപ്റ്റോ ഹാജരാക്കിയാൽ മതിയാകും. ശാസ്ത്രീയ പോളിടെക്നിക് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കും
ലഭിക്കും. പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റോ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകൻ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അഡ്മിഷൻ നേടിയാൽ അവസാനം നേടിയ അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനു മുമ്പ് നേടിയ അഡ്മിഷൻ സ്വമേധയാ റദ്ദാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ അഡ്മിഷൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഡ്മിഷൻ കിട്ടിയത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതൊരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്ക് അതൊരു ജില്ലയിലെ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആ ഒരു സീറ്റ് തന്നെ നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ മറ്റു ജില്ലയിൽ പങ്കെടുക്കാൻ പോയവരോട് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫോറത്തിൽ പ്രതിപാദിക്കാത്ത അവകാശങ്ങൾ കൗൺസിലിംഗ് സമയത്ത് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ബുദ്ധിമുട്ട് നേരിടുന്ന അപേക്ഷകർക്ക് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. സ്ഥാപന മേധാവികൾ ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ വഴി തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൗൺസിലിംഗ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേജിൽ തന്നെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് അടുത്ത പേജിലേക്കാണ് പോവുക എന്നാൽ അതായത് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെയും നേരെ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജിലാണോ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതായത് ഏതൊക്കെ ഓരോ ജില്ലയിലും ഒരു ഹെഡ് പോളിടെക്നിക് കോളേജാണ് നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് നോക്കിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. അതായത് ITI കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 13/6/2025 തിരുവനന്തപുരത്തെ ആ ഒരു സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ടൈം 9 മണിക്ക് AM സ്റ്റേറ്റ് റാങ്കിൽ അപ് ടു 150 വരെ റാങ്കുള്ളവർ, 10 മണിക്കാണെങ്കിൽ 151 മുതൽ 450 വരെയുള്ളവർ, 11 മണിക്കാണെങ്കിൽ 451 മുതൽ 1000 വരെയുള്ളവർ, അതുപോലെ 12 മണിക്ക് ഈ ഒരു അതായത് 1001 മുതലുള്ള അതായത് 1001 ശേഷം ഉള്ളവർ അതായത് ITI വിദ്യാർത്ഥികളാണ്. അതായത് 1001 എന്ന് പറയുമ്പോൾ ആ ഒരു റാങ്കാണ്. അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ VHSC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 13-ാം തീയതി തന്നെ രാവിലെ 9 മണിക്ക് സ്റ്റേറ്റ് റാങ്ക് അപ് ടു 500 ആണ്. 500 വരെയുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ 10 മണിക്ക് 501 മുതൽ 1000 വരെയുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ 11 മണിക്ക് 1001 മുതൽ 1700 വരെയുള്ളവരാണ്. 12 മണിക്ക് 1701 മുതൽ 2200 വരെയുള്ളവരും, അതുപോലെ തന്നെ 1:30ക്ക് 2201 മുതൽ 3000 വരെയുള്ളവരും, അതുപോലെ ഉച്ചയ്ക്ക് 2:30ക്ക് 3001 മുതൽ 4000 വരെയുള്ളവരും, അതുപോലെ ഉച്ചയ്ക്ക് 3:30ക്ക് 4001 മുതൽ ബാക്കിയുള്ളവരുമാണ്. അതുപോലെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാൻഡിഡേറ്റ് ഷുഡ് ബിങ് ദ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഫോർ കൗൺസിലിംഗ് അതായത് SSLC, അതുപോലെ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങൾ എടുക്കേണ്ടതാണ്. ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ഇല്ലാത്ത വിദ്യാർത്ഥികൾ PTA ഫീസിന് പുറമെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ ഏകദേശം 4000 രൂപയും കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ 10,000 രൂപയും ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അതുപോലെ OBC വിഭാഗത്തിൽ പെടാതെ എല്ലാ വിദ്യാർത്ഥികളും മേൽപ്പറഞ്ഞ ഫീസിന് പുറമെ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 10,000 രൂപ കൂടി അടയ്ക്കേണ്ടതാണ്. സ്പെഷ്യൽ ഫീസും ക്രെഡിറ്റും അതുപോലെ തന്നെ ഒരു ATM കാർഡ് ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതായത് ഒന്നുകിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇവ ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അതായത് ഇതുപോലെ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഈ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജിലൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു റാങ്ക് ലിസ്റ്റും അതുപോലെ നിങ്ങൾ എപ്പോഴാണ് ഹാജരാവേണ്ടതെന്നിവ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അതിൽ നിർദ്ദേശത്തിൽ എത്ര രൂപയാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെ ഫീസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിലെ ഈ ഒരു കൗൺസിലിംഗിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.